നമസ്കാരം. മലയാള സിനിമയിലെ പ്രമുഖ നടി ഹണി റോസ് അടുത്തിടെ നേരിട്ട സൈബർ ആക്രമണങ്ങളും മാനസിക പീഡനങ്ങളും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന ഈ സമയത്ത് തമിഴകത്ത് നിന്ന് ഞെട്ടിക്കുന്നൊരു പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനും നിരൂപകനുമായ ബൈലുവാൻ രംഗനാഥൻ. തമിഴ്നാട്ടിൽ അവർക്ക് ആ ജനപ്രീതി ഇല്ല. 2 പടത്തിന് അഭിനയിക്കാനായി മര്യാദയ്ക്ക് കോൾ ഷീറ്റ് പോലും കൊടുത്തില്ല. ചിലർക്ക് കോൾ ഷീറ്റ് കൊടുത്തിട്ടും അഭിനയിക്കാൻ വന്നില്ല. അങ്ങനെ ചില നിർമ്മാതാക്കൾ അവരെ ചോദ്യം ചെയ്തു. പറയുന്നത് ഹണി റോസിനെ കുറിച്ചാണ്. എന്താണ് പൈസ വാങ്ങിയിട്ട് അഭിനയിക്കാൻ വരാതിരുന്നത് എന്ന ചോദ്യമാണ് അവർ ഉയർത്തിയത്. ഇവിടെ വന്ന് കോൾ ഷീറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ പോലും പിന്നെ അവസരം കിട്ടില്ല. അങ്ങനെയുള്ള അവസരത്തിലാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ കോൾ ഷീറ്റിലെ പ്രശ്നം വന്നപ്പോൾ അവർ റോഡിൽ നിന്നാണ് പ്രശ്നമുണ്ടാക്കിയത്. അതൊക്കെ അന്നത്തെ പത്രങ്ങളിലും മറ്റും വാർത്തയായിരുന്നു. അതൊക്കെ എല്ലാവരും കണ്ടതായിരിക്കും. ഇതോടെയാണ് ഹണി റോസിന് തമിഴ്നാട്ടിൽ മാർക്കറ്റൊക്കെ ഇല്ലാതാകുന്നത്. ഇതാണ് ഇദ്ദേഹം തുറന്നു പറയുന്നത്. ഹണി റോസ് ഒരു പ്രമുഖ വ്യവസായിക്കെതിരെ നൽകിയ പരാതിയും അതിനെ തുടർന്നുണ്ടായ സൈബർ ആക്രമണങ്ങളും കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉയരുന്നത് എന്നതാണ് ശ്രദ്ധേയം. വ്യക്തി സ്വാതന്ത്ര്യം, വസ്ത്രധാരണം, സൈബർ ബുള്ളിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടെയാണ് ബൈലുവാൻ രംഗനാഥന്റെ ഈ അപ്രതീക്ഷിത പ്രസ്താവന. സമൂഹ മാധ്യമങ്ങളിൽ ഇത് തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഹണി റോസിന്റെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുകയും അശ്ലീല കമന്റുകൾ പ്രചരിപ്പിക്കുകയും ചെയ്ത 20-ലേറെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ ഹണി റോസിന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തി. അതേസമയം വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്തും നടിക്ക് നേരെ വിമർശനങ്ങൾ ഉയർന്നു. ഇതിനിടെയാണ് ബൈലുവാൻ രംഗനാഥന്റെ പുതിയ ആരോപണവും. മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ഹണി റോസ്. നിലവിൽ സിനിമകളിൽ അത്ര സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന താരമായി അവർ ഇപ്പോഴുമുണ്ട്. സിനിമകളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുകയാണോ എന്ന സംശയം പോലും ആരാധകർ ഉന്നയിക്കാറുണ്ട്. എന്നാൽ ഉദ്ഘാടന വേദികളിൽ ഇപ്പോഴും ഹണി റോസ് സജീവമാണ്. ജ്വല്ലറികൾ, വസ്ത്രശാലകൾ എന്നിങ്ങനെ കൂടുതലും ഉദ്ഘാടന പരിപാടികളാണ് താരം ഇപ്പോൾ ഏറ്റെടുക്കുന്നത്. എന്തായാലും പുതിയ ആരോപണം വന്നതോടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഹണി റോസ് ചർച്ചയാവുകയാണ്.